തിരുവനന്തപുരത്തിന് പുതിയ ഒരാഘോഷം കൂടിയാണ് നിയമസഭ പുസ്തകോത്സവം. അവിടെ തെയ്യത്തറയിൽ നിന്നുള്ള മനോഹരമായ തെയ്യ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ പുസ്തകോത്സവത്തിന് വന്നിരുന്നു. നമ്മുടെ നിയമസഭയിലേക്ക് നാട്ടുകാർക്ക്, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് എപ്പോഴും എൻട്രി ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു അവസരം എല്ലാവർക്കും സൗജന്യമായി നിയമസഭാ മന്ദിരം, അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ, ധാരാളം പുസ്തക പബ്ലിക്കേഷൻസിൻ്റെ പ്രദർശന സ്റ്റാളുകൾ, പുസ്തക പ്രേമികൾക്ക് പുസ്തകം വാങ്ങാനുള്ള അവസരം, ഇതൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച കനകക്കുന്നിൽ വസന്തോത്സവം പോലെ ഇപ്പോൾ നിയമസഭയുടെ പരിസരത്തുകൂടി നമുക്ക് പൂർണ്ണമായും സൗജന്യമായി തന്നെ നടന്നു കാണാം. അതുപോലെ നിയമസഭാ മന്ദിരത്തിൻ്റെ പൊതുവായിട്ടുള്ള പല വേദികളുണ്ട്. അവിടെ ധാരാളം സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അസുലഭമായി കിട്ടുന്ന ഒരവസരമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. വളരെയധികം സ്ട്രിക്റ്റായിട്ടുള്ള ചെക്കിംഗ് ഉണ്ട്. മെറ്റൽ ഡിറ്റക്ടറിലൂടെ വേണം നമ്മൾ കടന്ന് അകത്തേക്ക് വരാൻ. അപ്പോൾ ശരിക്കും ന്യായമായ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം അവിടെ അധികാരികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിന് സൗകര്യം തൊട്ടടുത്ത മേഖലകളിൽ നാം തേടുന്നത് വളരെയധികം അബദ്ധമായി പോകും. കാരണം നാം വയ്ക്കുന്ന വണ്ടിയുടെ പിന്നാലെ വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യും. അതുകൊണ്ട് വികാസ് ഭവൻ ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് വന്ന് ഈ പ്രോഗ്രാം കണ്ടു മടങ്ങാം.